സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് പുതുതലമുറ ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങളും നമുക്കുണ്ടാകേണ്ട ചില ഗൗരവതരമായ തിരുത്തുകളുമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. നിരന്തരം കാഴ്ചകളിൽ മുഴുവൻ വിവാഹം ട്രോൾ ചെയ്യപ്പെടുന്ന, അതൊരു അനാവശ്യമോ ഏറ്റെടുക്കേണ്ടാത്തൊരു ബാധ്യതയോ ആയി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ പറയണ്ടേ. മഹാപ്രളയത്തെ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രോളുകൾ എൻ്റെ കഴിഞ്ഞ ഖുത്ബ കേട്ടൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു ചെറിയ ടെക്സ്റ്റ് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ സംസാരം തുടങ്ങുകയാണ്. പ്രളയം കഴിഞ്ഞു, എൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടു, ഭാര്യയെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് എന്ന് മീഡിയയുടെ മുന്നിൽ സങ്കടത്തോടെ പറയുന്ന ഒരാളുടെ വീഡിയോക്ക് താഴെ ഒരാൾ ചെയ്ത കമൻറ്റ്, കമ്പ്യൂട്ടർ മുഴുവൻ ഫോർമാറ്റായിട്ടും വൈറസ് പോയിട്ടില്ല അല്ലേ എന്നാണ്. കമ്പ്യൂട്ടർ മുഴുവൻ ഫോർമാറ്റ് ചെയ്തിട്ടും വൈറസ് പോയിട്ടില്ല. ഒരു നാട് മുഴുവൻ പ്രളയം നക്കിയെടുക്കപ്പെട്ടപ്പോൾ ഭാര്യയല്ലാത്ത മറ്റെല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ണീരോടെ പറയുന്ന ഒരാളുടെ വീഡിയോക്ക് താഴെ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നവൻ്റെ മനോനിലയിൽ നിന്ന് വേണം പുതിയ ജനറേഷൻ ദാമ്പത്യത്തെയും ബന്ധങ്ങളെയും ഒക്കെ എങ്ങനെ എടുക്കുന്നു എന്നത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിലെ മുഖ്യമായൊരു വിഷയം, വീട്ടിലും കുടുംബത്തിലുമൊക്കെ ഇണകളായി ജീവിക്കുന്നവർക്കിടയിലെ അടുപ്പ അകൽച്ചകളിൽ നിന്നാണ്, ബന്ധവിച്ഛേദങ്ങളിൽ നിന്നാണ് നമ്മുടെ തലമുറ കാര്യങ്ങളെ എടുക്കുന്നത് എന്നത് തന്നെയാണ്. നല്ല നിഷ്ഠയുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൂട്ടണം എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ടായി. അദ്ദേഹം വളരെ നിഷ്ഠയുള്ള ആളാണ്. രാവിലെ 4:30 മണിക്ക് എണീക്കും. വളരെ എല്ലാ കാര്യങ്ങളിലും വളരെ ശുദ്ധനാണ്, ഭയങ്കര ഉഷാറാണ്. പക്ഷെ എനിക്ക് അയാളുടെ സ്വസ്ഥതയും ഇല്ല. ആ പെൺകുട്ടിക്ക് വേണ്ടിയും അതേപോലെയുള്ളവർക്ക് വേണ്ടിയും ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ വായിച്ച ഹദീസ് ഒന്നുകൂടി വായിക്കുകയാണ്. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുൽഖഹു ഫസവ്വിജു. ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളോട് ആരെങ്കിലും വിവാഹാന്വേഷണം നടത്തുകയാണ്, നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി, മോൾക്ക് വേണ്ടി, മോന് വേണ്ടി വിവാഹാന്വേഷണം നടത്തുകയാണ്. മൻ തർലൗന ദീനഹു, അവന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തനാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയിട്ടില്ല. വഖുലുഖഹു, അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിലും സംതൃപ്തനാണ്. ഫസവ്വിജു, അപ്പോ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ദീനിൽ പെട്ടത് തന്നെയാണ് സ്വഭാവം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അയാൾ നിരന്തരം ഇടപെടുന്ന, അയാൾ നിരന്തരം സമ്പർക്കം പുലർത്തുന്നവർക്കിടയിൽ അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചും അന്വേഷിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് എന്നത് ഈ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലല്ല പ്രശ്നം ഇരിക്കുന്നത് നമ്മുടെ അന്വേഷണത്തിൻ്റെ രീതികളിലാണ്. നമ്മൾ എന്ത് അന്വേഷിക്കുന്നു, എങ്ങനെ അന്വേഷിക്കുന്നു, എവിടെ അന്വേഷിക്കുന്നു, ആരോട് അന്വേഷിക്കുന്നു, ഇതൊക്കെ പ്രധാനമാണ്. എന്തന്വേഷിക്കുന്നു, എങ്ങനെയാ അവൻ്റെ ചുറ്റുപാടൊക്കെ എങ്ങനെ, ഓർക്കെന്തോ ഒരു ഉഷാറാണ്, അവർക്ക് താമസിക്കണ പറമ്പിലുള്ള റബ്ബർ ഓരതാണ്, പിന്നെ അപ്പുറത്ത് പാടുണ്ട്, പിന്നെ 2 കട ഗൾഫിലുണ്ട്. അപ്പൊ എന്തന്വേഷിക്കുന്നു എന്നുള്ളതിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ള തലമുറ ഇതാണ് അന്വേഷിക്കുന്ന ആളൊരു പ്രത്യേക പ്രായത്തിലുള്ള തലമുറയാണെങ്കിൽ ഇതാണ് അന്വേഷിക്കപ്പെടുന്നത് ഒരു പ്രത്യേക പ്രായത്തിലുള്ള തലമുറയോടാണെങ്കിൽ അവർ ഇതേ പറയൂ. ഞാൻ പറയണേ നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഭൗതിക ചുറ്റുപാടുകൾ മാത്രമേ അവർ പറയൂ. എങ്ങനെ അന്വേഷിക്കണം, അടുത്തൊരു ചോദ്യമാണത്.
എങ്ങനെ അന്വേഷിക്കണം? നമ്മളെ നാട്ടിൻ പുറത്തൊരു പഴയ ശൈലിയുണ്ട്. ഒരു 3-4 ആളുകൾ ആ നാട്ടിലിറങ്ങും, അവിടുത്തെ കടയിൽ ചോദിക്കും, അപ്പുറത്ത് ചോദിക്കും, ഇപ്പുറത്ത് ചോദിക്കും. അതിമൊന്നും ഇന്നത്തെ ആൾക്കാരെ കുറിച്ച് ഒന്നും കിട്ടൂല. ഇന്നത്തെ കുട്ടികൾ ആരും റോട്ടിക്ക് കയറലെന്നല്ല, പിന്നെ എങ്ങനെ കിട്ടുക? അപ്പൊ എങ്ങനെ അതൊക്കെ പൊളിച്ചടുക്കി പറമ്പ് കൊണ്ടിടേണ്ട കാലം കഴിഞ്ഞു, അന്വേഷണത്തിന്റെ ആ രീതികളൊക്കെ. പിന്നെ അപ്പൊ എങ്ങനെ അന്വേഷിക്കുന്നു, എവിടെ അന്വേഷിക്കുന്നു, ഇനി ആരോട് അന്വേഷിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ ഞാൻ എൻ്റെ വീക്ഷണപ്രകാരം മാത്രമേ പറയുള്ളൂ. എൻ്റെ വീക്ഷണം എന്താ? എൻ്റെ വീക്ഷണം അങ്ങനെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള, അത്യാവശ്യം ഒക്കെ ഉള്ള ഒരാളാണ്. നിസ്കാരമൊന്നും ഞാൻ അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ അയാൾ നിസ്കരിക്കാത്തത് എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നൂല, അയാൾ നിസ്കരിക്കാത്തത് എനിക്കൊരു പ്രശ്നമായിട്ടേ തോന്നൂല. എന്താ സംശയമുള്ളത്? അപ്പൊ അന്വേഷിക്കപ്പെടുന്ന വ്യക്തി ആര് എന്നത് പ്രധാനമാണ്. അന്വേഷിക്കപ്പെടുന്ന സാഹചര്യം എന്ത് എന്നത് പ്രധാനമാണ്. അന്വേഷിക്കപ്പെടുന്ന വ്യക്തിയുടെ വീക്ഷണത്തിൽ ഹറാമും ഹലാലും കൈകാര്യം ചെയ്യുന്നിടത്തൊരു പ്രശ്നമല്ല. ഞാൻ നല്ല കൈക്കൂലി അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരാളെ കുറിച്ച് ചോദിക്കുകയാണ്, അയാൾ നല്ല കൈക്കൂലിക്കാരനാണെങ്കിലും എനിക്ക് പ്രശ്നം തോന്നൂല. ഉഷാറാണ്, വളരെ ഉഷാറാണ്, അത്യാവശ്യമൊക്കെ ഉഷാറുണ്ട് അല്ലേ, അത്യാവശ്യമൊക്കെ ഉഷാറുണ്ട്, അത് വിഷയമാണ്. പിന്നെ അന്വേഷിക്കേണ്ട പോയിന്റുകൾ എന്ത് എന്നത് പ്രധാനമാണ്. അന്വേഷിക്കേണ്ട പോയിന്റ് എന്താ? ചെക്കനെ കുറിച്ച് മാത്രമാണോ? അല്ല. വീടിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? വേണം. വീട്ടിലുള്ള അവരുടെ ആ വീട്ടിൽ അവൾ താമസിക്കുമ്പോൾ അവളുമായി സമ്പർക്കം പുലർത്തുന്നവരെ കുറിച്ച് അന്വേഷിക്കണ്ടേ? വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞത്, 4 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടണ മറ്റേ ദുബായ് കല്യാണം ഉണ്ടല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് പാറി വന്നിട്ട് ഇവിടുന്ന് ഒരു കാണലും കണ്ടിട്ട് ഒരൊറ്റ കെട്ടും കെട്ടിയിട്ട് തിരിച്ചാണ് പറക്കണേ. ഒരാളും സ്വന്തം കുട്ടികളെ അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ പറയണത്. ഒരുപാട് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത്. ഒക്കെ 2 കുടുംബങ്ങളും സെറ്റാക്കി വെക്കണതിന്റെ നടുക്കാണ് വന്നിറങ്ങുക. ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു പ്രഷർ പോയിന്റിൽ നിന്നിട്ടാണോ കാണുക. പിന്നെ അവന്റെ മുമ്പിൽ ആകെയുള്ളൊരു ചോയ്സ് എന്താണ്? ഒറ്റ ചോയ്സ് ഉള്ളൂ. അവളുടെ മുന്നിലുള്ള ആകെ ഒരു ചോയ്സ് എന്താണ്? കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് 100-150 ആളെ കാണേണ്ടി വരുന്നത്? എത്രയോ ആളുകൾ കാണുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കാണേണ്ടി വരുന്നത്? കെട്ടണ ചെക്കന് ഞാൻ കല്യാണം കഴിക്കേണ്ട പെണ്ണാര്, അവൾക്കുണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്ത്? ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ അതിന് കുറെ സ്പെസിഫിക്കേഷൻ പറയും. ഇത്ര റാം വേണം അല്ലേ, ഇത്ര GB വേണം, ഇന്ന സ്പെസിഫിക്കേഷനിലുള്ളതാകണം, ഇന്ന ഓപ്ഷൻസ് ഒക്കെ വേണം. ഒരു കൺസെപ്റ്റ് അവന്റെ മുമ്പിൽ ഉണ്ടാവും. അവൻ കെട്ടണ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാനൊക്കെ എന്താ പറയാറിയോ? ഇത് കെട്ടാനാവുമ്പോ ഞാൻ പറയാന്നാ പറയാം. പലപ്പോഴും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് അങ്ങനത്തെ? പലപ്പോഴും എന്താ വെച്ചാൽ ഇത്തരം കൺസെപ്റ്റുകൾ മുഴുവൻ, ഇന്നത്തെ വിവാഹത്തെ സംബന്ധിച്ച നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെ കൺസെപ്റ്റുകൾ മുഴുവൻ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ച കൺസെപ്റ്റാണ്. അത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പലർക്കും പല തോതിലാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. വിഷയത്തെ ആഴത്തിൽ പഠിച്ച ആളുകൾക്കറിയാം സൗന്ദര്യ സങ്കല്പങ്ങൾ. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാർക്കറിയും 40 ആളുള്ള ക്ലാസ്സിൽ 20 കുട്ടികളും കൺമശി എഴുതി, കണ്ണിന്റെ ഉള്ളിൽ എഴുതി, ചുണ്ടിൽ വരച്ച്, പല രീതിയിൽ മുഖത്തെ ഒരു ദിവസം ഒരു അരമണിക്കൂർ കണ്ണാടിക്ക് മുന്നിൽ ഏറ്റവും മിനിമം പണിയെടുത്ത് ആ തട്ടത്തലപ്പ് ഇങ്ങനെ പതുക്കെ വെച്ചാണ് വരിക. ആരാത് അവളെ അങ്ങോട്ട് എത്തിച്ച്? നമ്മൾ അവളോട് ഫയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവള് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ആൺകുട്ടികള് അവരുടെ മുടി വളരെ ഇസ്ലാമിക അന്തരീക്ഷത്തിലും ചിട്ടയിലും കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾ പോലും ഈ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്താ എന്റെ കാര്യം? അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലും ഒക്കെ ഇരിക്കുന്ന ആളുകളും അവരുടെ കൂടെയാണ്. അത്തരം അന്തരീക്ഷത്തിലാണ് അവർ കൂടുതൽ സമയം ചെലവിടുന്നത്. അത് നമ്മളെ കലിയുണ്ടോന്നോ തിരുത്താൻ പറ്റൂല, ഒച്ചയും മുളി ഉണ്ടെന്നോ തിരുത്താൻ പറ്റൂല, ഓർഡറുകൾ കൊണ്ടൊന്നും തിരുത്താൻ പറ്റൂല. അത് രക്ഷിതാക്കളും എന്താ പറയാ, ആ വീട്ടിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താടി എനിക്ക് തട്ടട്ടൂടെ എന്നല്ല ചോദിക്കണ്ടേ? അല്ല, എന്താ ഉമ്മാന്റെ കുട്ടി തട്ടിടാത്തത്? അങ്ങനെ ചോദിക്കണം. എന്താടാ എന്റെ മുടിന്റെ കോലം? അങ്ങനെ ചോദിക്കരുത്. ഉപ്പാന്റെ കുട്ടി ഇവിടെ വന്നാ എന്ത് പിച്ചു ഇങ്ങനെ മുടി വെട്ടി? എന്റെ ഈ ഫോട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ,
ഈ 2 ഫോട്ടോ നോക്ക്, ഇതോ ഇവിടെ മുടി അങ്ങനെ പാറിയിട്ട് ഇതെന്താണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു 50 റുപ്യ വരുമെന്ന് ചോദിക്കും. അങ്ങനെ മുടി ഒന്ന് പോയിട്ട് രണ്ടാമത് വെട്ടിക്കാനാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മൾ ഓർഡർ ഇട്ടിട്ട് ഓൻ പോണെടുത്തല്ല വിജയിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്ത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഒക്കെ കൺസെപ്റ്റ് മുഴുവൻ എന്താ, ഓൻ പോയിട്ട് കാണില്ല, ഓൻ തടി കൂടുതലാണ്, ഓന്റെ തടി വെച്ച് നോക്കുമ്പോ ആ കുട്ടിക്ക് വലിയ തടിയൊന്നുമില്ല. പിന്നെന്തേ, സ്ലിം ബ്യൂട്ടി. സ്ലിം ബ്യൂട്ടിയാണ് പെണ്ണിന്റെ സൗന്ദര്യം എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശരീരം സ്ലിം ആക്കാനുള്ള ഒരുപാട് ഐഡിയാസുമായി കുറെ യൂട്യൂബ് ചാനലുകൾ, മെഡിക്കൽ ഫീൽഡിൽ നിന്നാണെങ്കിൽ കുറെ മെഡിസിനുകൾ, എന്തെല്ലാം വലിയ കച്ചവടം നടക്കണമെന്നറിയോ. പിന്നെ വൈറ്റ് ആകണം, വെളുപ്പേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ കറുത്തൊരു പെൺകുട്ടി നിരാശയോടുകൂടെ ദുഃഖിതയായി അവരുടെ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടാണ്. ഒരുതരം ഡിപ്രഷൻ അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ കുട്ടികളോട് ഒരു പ്രായം വരെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോ KG ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ കണ്ട ഡ്രസ്സൊക്കെ ഇട്ട് വന്ന കണ്ടാക്കെ ഞാൻ പറയും, ഒരു കറുത്ത കുട്ടിയാണ് ഉറപ്പായിട്ട് ഞാൻ പറയും, നല്ല ചെത്തുപ്പിളിയെ വന്നല്ലേ DG എന്ന് പറയും ഞാൻ. എന്താ, ആ കുട്ടിന്റെ ഉള്ളിൽ ഒരു കനൽ എരിയുന്നുണ്ട്. താത്തി നല്ല ഭംഗിയുണ്ട്, കാക്കി ഞാൻ കറുത്തിട്ടാണെന്നുള്ളൊരു കനൽ എരിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇവിടുത്തെ വളരെ ശക്തമായ മീഡിയ പ്രസൻസ് ആണ്. നിങ്ങൾ നോക്ക്, ഇവിടെ എന്ത് മെറ്റീരിയൽ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോഴും സൂചി മുതൽ ഈ സൂര്യനെ പ്രൊമോട്ട് ചെയ്യാൻ വിചാരിക്കേണ്ടേ, സൂര്യൻ വരെ ഉള്ളത് മുഴുവൻ വെളുത്തൊരു സ്ത്രീയെ വരിക, വെളുത്തൊരു പെണ്ണ വരിക. കറുത്ത പെണ്ണുങ്ങൾ ആരെങ്കിലും സോപ്പിന്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടലുണ്ടോ? ഉണ്ടോ? 35 വയസ്സ് 30 വയസ്സിന്റെ മേലുള്ള ഏതെങ്കിലും വയസ്സായ ഒരു ഉമ്മാമ വടിയും കുത്തി വന്നിട്ട് മക്കളെ ഈ സോപ്പ് കൊണ്ടാ ഞാൻ കുളിക്കലെന്ന് പറയലുണ്ടോ? വളരെ ക്ലിയർ ആണ് കാര്യം. അപ്പോ ഞാൻ പറഞ്ഞത്, എങ്ങനെ കാണണം, ആരോട് അന്വേഷിക്കണം, എന്ത് കാണണം എന്നതിൽ നമ്മുടെ കുട്ടികൾക്കൊരു നല്ല കാഴ്ചപ്പാട് വേണം, നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അവനിൽ എന്ത് കാണണം? അവന്റെ ഒത്ത ശരീരം കണ്ടാൽ മതിയോ? അവന്റെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ കാണണം, അവളുടെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ കാണണം, അവളുടെ ക്യാമ്പസിലെ കാഴ്ചപ്പാട് നമ്മൾ കാണണം. അപ്പൊ അന്വേഷണം എന്ന് പറയുന്നത്, കാണൽ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചൊക്കെ സെറ്റായതിന്റെ ശേഷം മാത്രം മതി. ഒരു ആളെ നമ്മളെ മോളെ അന്വേഷിക്കാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾ വരുമെന്ന് പറയേണ്ട ഒറ്റ കാര്യമല്ല. ഞാൻ എൻ്റെ തികച്ചും പേഴ്സണലായ ഒരു വീക്ഷണമാണ് പറയുന്നത്. ഇസ്ലാമികമായ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് പറയുന്നത്. മറ്റെന്താ വെച്ചാൽ, ഓൾറെഡി വിവാഹത്തിന് താല്പര്യമല്ലാത്ത കുട്ടികളെ 100 ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തി വെള്ളം കൊണ്ടേ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വളരെ ഓൾഡ് മോഡലാണ്. വെള്ളമൊക്കെ നമ്മൾ കൊണ്ടേ കൊടുത്താൽ മതി. കാണേണ്ടത് അവനാണ്, അവൻ്റെ ഉമ്മാക്കുപ്പാക്കും കാണാം, വന്ന് കണ്ടോട്ടെ. പടയായി ഒരു ടീമായി വന്ന് ഓല് കണ്ടിട്ട് പിന്നെ അവരുടെ പ്രതികരണത്തിന് വേണ്ടി നെഞ്ചിടിപ്പോടെ അങ്ങനെ കാത്തിരിക്കുക. ഞാൻ പറഞ്ഞ അതൊക്കെ പൊളിച്ചടിക്കിട്ട് പറമ്പിൽ കൊണ്ടിടേണ്ട കാലം കഴിഞ്ഞു പറഞ്ഞാൽ അതുകൊണ്ടാണ്. അവന് വേണ്ട പ്രായം എന്താണ്, അവന് വേണ്ട വിദ്യാഭ്യാസം എന്താണ്, അവന് വേണ്ട പിന്നെ നീളം എന്താണ്, അവന് വേണ്ട കനം എന്താണ്, ഒക്കെ ഒന്ന് കിട്ടുവേ. എല്ലാം ഓക്കെയാണ്. പിന്നെ അവന്റെ ദീനി പശ്ചാത്തലം, പിന്നെ ആ വീട്, നമ്മളെ മോളെ നമ്മൾ കെട്ടിച്ചയക്കണ വീട്ടില് നമ്മൾ പോയതിനൊരു പ്രശ്നമല്ല. വല്ല പ്രശ്നമുണ്ടോ? നമ്മളെ മോളെ തന്നെ കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. അത് സമ്പ്രദായം ആക്കരുത്. എല്ലാവരും കൂടി മോളെയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അല്ലെ, കുത്തുബീത്തൊരു വാചകം എടുത്തിട്ട്, അങ്ങനെയാണല്ലോ ഇപ്പോ. എന്തുണ്ടെങ്കിലും കാണാൻ വരുമ്പോ തന്നെ കേരളത്തിലെ ഏതൊക്കെ തരം മുട്ടായി കിട്ടാൻ മുഴുവൻ മുട്ടായും കൊണ്ടാ വരിക. ആഭാസങ്ങൾ അണിനിരത്തുമ്പോ, ഫോട്ടോ ഷൂട്ടുകൾക്ക് വേണ്ടി ക്യാമറാമാൻമാര് പറയുന്ന നിർദ്ദേശമനുസരിച്ച് ആടിയും കുഴഞ്ഞും ഇഴഞ്ഞും നീങ്ങുമ്പോ നാലോണം ഓർത്തോളി. കല്യാണമൊക്കെ കഴിഞ്ഞ് ലക്ഷങ്ങൾ പൊടിച്ച് ഈ 2 കുട്ടികൾ ഒന്നിക്കണ ഒരു സ്പേസിൽ അവർ തമ്മിലുള്ള മാനസിക ബന്ധം എന്നത് പടച്ച റബ്ബ് കൽബിലേക്ക് ഇട്ടേണ്ട ഒരു സംഭവമാണ്. പടച്ച റബ്ബ് കൽബിലേക്ക് ഇട്ട് തരേണ്ട ഒരു കാര്യമാണ്. അത് കൽബിലേക്ക് ഇട്ട് കിട്ടണതിന് തടസ്സമാകുക എന്താ അറിയോ? നമ്മളെ മോന്റെയും മോളെയും നിക്കാഹ് നടക്കുമ്പോൾ അവിടെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവരുടെ പ്രാർത്ഥന അങ്ങനെ നടക്കണം. അത് ഉണ്ടാവില്ല. അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പണിയെടുത്തേക്കും അല്ലേ? അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പണിയെടുത്തേക്കും. ഓന്റെ ഫ്രണ്ട്സിന് മൊത്തമുള്ള ഡ്രസ് കോഡ് മുഴുവൻ കറുത്തതും വെളുത്തതും തൊപ്പിയും കണ്ണടിയൊക്കെ കൂടെ ഓന്റെ ചെലവാണ്. എന്നിട്ട് അതൊക്കെ കടം വാങ്ങിയിട്ട്, ഈ കടത്തിന്റെ കാര്യം എന്താ? അതൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാഴ്ചപ്പാട് വേണം. നമ്മളെ മോളെ കല്യാണം നമ്മൾ നടത്തുമ്പോ എങ്ങനെ വിളിക്കാതിരിക്കുക? എങ്ങനെ വിളിക്കാതിരിക്കുക? വരേണ്ടത് 200 ആള്,
വിളിക്കേണ്ടത് 5000 ആള്. അങ്ങനെ വിചാരിച്ചോളൂ. അപ്പൊ നമ്മളെല്ലാവരോടും പറയും, 200 ആളോട് പറയും, നമ്മൾ 200 ആളെ ലിസ്റ്റ് ഇട്ട് വിളിച്ചില്ല, ഒരാളാണ് നിങ്ങൾ വരണം. അല്ലാത്തവരോട് പറയും, ഞാനൊരു 200 ആളെ ലിസ്റ്റ് ഇട്ട് വിളിച്ചു, നിങ്ങൾ വിളിക്കണോടുകൂടെ കുറേ ആളുകൾ ആ ഒരു ലിസ്റ്റിലേക്ക് വരും. ഞാൻ അങ്ങനെ വിളിക്കാവുന്നൊരു സാഹചര്യത്തിലല്ല, അപ്പോൾ നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം. വിഷമം ഉണ്ടാകരുത്. ആർക്കും വിഷമം ഉണ്ടാവില്ല. ഇപ്പോൾ ആഴ്ചയിൽ 10ഉം 20ഉം കല്യാണം ഓരോരുത്തർക്കുള്ളതുകൊണ്ടേ, മനസ്സിലായില്ലേ? എന്നിട്ട് ഈ വന്ന ആൾക്കാർക്ക് ഇരിക്കാനും സ്ഥലം കൊടുക്കാൻ കഴിയൂല, ഓലവിടെ തിരക്കുക. നമ്മൾ സുഹൃത്തുക്കളെ, നമ്മൾ നാടിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടുപോകരുത്. നമ്മളൊരു കാഴ്ചപ്പാട് സെറ്റ് ചെയ്ത് അത് 100% പടച്ചോന് തൃപ്തിപ്പെട്ട കാഴ്ചപ്പാടാണെന്നുള്ളത് ഉറപ്പുവരുത്തി അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അവിടെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. പലരും പറയാം അത് അമ്മായി പറഞ്ഞിട്ടാണ് ചില കാര്യം നടക്കുന്നത്, അത് കുട്ടികളെല്ലാവരുടെയും ചെയ്തതാണ്. പിന്നെ നമ്മൾ വാപ്പയായിട്ടിരിക്കണേ. ഈ കല്യാണത്തിന്റെ ദിവസമല്ല ഇതൊന്നും തീരുമാനിക്കണ്ടേ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ മക്കളെ വളർത്തുന്നിടത്തൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടത് അല്ലേ? രാവിലെ 8 മണിക്ക് ബ്യൂട്ടീഷ്യനെ പോയി കണ്ട് ബ്യൂട്ടിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടി അങ്ങനെ നിന്നൊടുക്കാണ്. വലിയൊരു സാധനം ഏറ്റിട്ട് അങ്ങനെ നിന്നൊടുക്കാണ്. അന്നത്തെ ലൊഹറില്ല, അന്നത്തെ അസറില്ല, അന്നത്തെ മഗ്രിബില്ല. അവസാന ഇശാന്റെ നേരത്തെ എല്ലാം കൂടി ഒരു നിസ്കാരം. അവളുടെ കാര്യത്തിൽ മലായിക്കത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം എല്ലാം നശിപ്പിച്ച് എന്തിന്? ഫോട്ടോഷൂട്ടിൽ മിന്നിത്തിളങ്ങണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴുകിക്കളഞ്ഞാലോ അടുത്ത ദിവസം അയൽവാസികളും നാട്ടുകാരൊക്കെ എങ്ങനെ കാണുക? ഇതൊന്നും ആലോചിക്കുള്ള മിനിമം സാധനം പലപ്പോഴും സമുദായത്തിന് ഉണ്ടാകണില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളോട് ഞാൻ പറയാണ്, ആൺകുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഓരോട് വിട്ടളി. അന്വേഷണത്തിൽ നിങ്ങൾ ഓരോട് വിട്ടളി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ കുറിച്ച് ശരിയായി അന്വേഷിക്കാനൊക്കെ ഇവിടെ സംവിധാനമുണ്ട്. ഒരു പ്രശ്നമല്ല. ഈ കൂട്ടായ്മയും ഈ സംവിധാനങ്ങളും ഈ സുഹൃത്ത് വലയങ്ങളും എനിക്ക് 100 അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. 100 അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണത്. നിങ്ങളെ പാരൻസിനെ നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് അവർ സംതൃപ്തകരമായ ഉത്തരം തരുന്നില്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ആകേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഇത് ഇസ്ലാമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലക്ക് കൺസേണുകൾ പറയാം, ചോദിക്കാം, മനസ്സിലാക്കാം. ഇനി വിവാഹത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇത്തരം ഒരു കാര്യങ്ങളിലൊക്കെ ചെയ്ത് വിവാഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുകയാണ്, 100% സംതൃപ്തിയോടുകൂടെ, 100ൽ 100 പോയിന്റിലും തൃപ്തിയോടുകൂടെ ലോകത്ത് ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല. എന്നാൽ 100ൽ 100% സംതൃപ്തി തോന്നും ചില ആളുകൾക്ക്. 50 കാര്യം ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും, പക്ഷേ ബാക്കി 50 കാര്യങ്ങളിലെ ഒരു അടുപ്പവും ഒരു മനോഹാരിതയും ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി കൊടുക്കും. അല്ലാഹു മനസ്സുകൾക്ക് അങ്ങനെ താഴമുള്ള അടുപ്പവും സ്നേഹവും സംതൃപ്തിയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വചനം ഇവിടെ വളരെ പ്രസക്തമാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. സ്വർഗത്തിന്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എല്ലാം കിട്ടും. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ. അവിടെ കുറ്റപ്പെടുത്തലോ അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകൂല. ഒരാളും കുറ്റപ്പെടുത്തൂല സ്വർഗത്തിൽ. നമ്മളെങ്ങനെ വിചാരിക്കുമ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ്, എനിക്കത് കിട്ടാനൊന്നും പോണില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. ചിലപ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ത്യാഗത്തിനായിരിക്കും നമുക്ക് സ്വർഗം കിട്ടുന്നത്. നമുക്ക് 100% അസംതൃപ്തിയുള്ള ഒരു പോയിന്റ്, പക്ഷെ അതിൽ ദീനിയായ യാതൊരു കൺസേണും ഇല്ല. അയാൾ ലഹരിക്കാരനാണ്, അയാളുടെ കൂടെ ഒരു മിനിറ്റ് വെക്കണ്ട അല്ലേ? അത് സഹിക്കണ്ട, എല്ലാം സഹിക്കാനുള്ളതല്ല. അയാൾക്ക് ലൈംഗികമായി നമ്മളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, അവൾക്ക് ലൈംഗികമായി നമുക്ക് പൂർണ്ണത തരാൻ സാധിക്കില്ല. അവിടെ ഒരിക്കലും ഒരു പുരുഷനോ ഒരു സ്ത്രീയോ പരസ്പരം കോംപ്രമൈസ് ആകേണ്ട ഒരു കാര്യമില്ല. സ്വാഭാവികമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് അവരുടെ ലൈംഗികതയിൽ പൂർത്തീകരണത്തിലേക്കും പൂർണ്ണതയിലേക്കും എത്താനൊക്കെ എടുക്കുന്ന ടൈമിനെ കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പുരുഷനെ തന്നെ വേണ്ടാത്തൊരു സ്ത്രീ, ഒരു സ്ത്രീയെ തന്നെ വേണ്ടാത്തൊരു പുരുഷൻ, ഒരു പുരുഷനെ മതി എന്ന് വിചാരിക്കുന്ന ഒരു പുരുഷൻ, ഒരു സ്ത്രീയെ മതി എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ, അവരെടുത്തതൊക്കെ ശരിയാവും എന്ന് വിചാരിച്ച് നിൽക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പറയണ ഓരോ വാക്കുകളും ഓൺലൈനിലാണെങ്കിലും ഇവിടുന്നാണെങ്കിലും എന്നെ കേൾക്കുന്ന ആളുകൾ
ഞാൻ പറയുന്ന പ്രായോഗിക വിഷയങ്ങളിൽ അവർക്ക് തോന്നുന്ന കൺസേണുകൾ ഞാനായിട്ട് സംസാരിക്കണം. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച പെൺകുട്ടിയെ പോലെ ഇന്നത്തെ ഖുത്ബ അവർക്ക് വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? ആ കൺസേണുകൾ സംസാരിക്കണം എന്ന് കൂടി ഞാൻ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. അപ്പൊ വാപ്പാക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാനിത് പ്രശ്നമെന്ന് പറഞ്ഞാൽ വാപ്പാക്ക് 3ാമത്തെ അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കണ്ട, വാപ്പാനോടല്ലേ പറയേണ്ടത്, അറ്റാക്കുള്ള വാപ്പാനോടല്ലേ പറയേണ്ടത്. നമുക്ക് വിശ്വാസപൂർവം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സ്വകാര്യതകളും പറയാൻ പറ്റുന്നവർ ഈ സമുദായത്തിലുണ്ട്. ഭംഗിയായി നമ്മുടെ കാര്യത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെപ്പോ ഏറ്റെടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു പേടിക്കണം സഹോദരിമാരെ, എന്തിനു പേടിക്കണം സഹോദരങ്ങളെ? എല്ലാം ഒരു മൂലയിൽ കടിച്ചമർത്തി ദുഃഖം സഹിച്ച് അങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമല്ല, അല്ലെ? പുണ്യം പ്രതീക്ഷിക്കുന്നതോടൊപ്പം ആഗ്രഹിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ ഇതാണ് സ്റ്റാൻഡ്. ഇനി നോക്കൂ നിങ്ങൾ, സ്വർഗത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ എല്ലാം സ്വർഗത്ത് കിട്ടുന്നു. നമ്മളെ കണ്ണടിയുന്നതോടുകൂടെ നമ്മൾ സൽക്കർമ്മികളാണെങ്കിൽ നമുക്ക് സ്വർഗാണ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ ഇന്ന് രാത്രി 8 മണിക്ക് മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അള്ളാഹു തൃപ്തിപ്പെട്ട ആളാണെങ്കിൽ ഖുറാനിലും ഹദീസിലും 2 പ്രയോഗങ്ങൾ ഒരേ ആശയത്തിൽ നടത്തി. ശാന്തി അടഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിന്റെ സൗകര്യ സുഖങ്ങളിലേക്ക്, സംതൃപ്തികളിലേക്ക് പ്രവേശിക്കുക എന്നാണ്. നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല മണ്ണ് കഴിഞ്ഞ് പിന്നെ വെട്ടുകല്ല് കാണുന്ന സ്ഥലത്ത്, അല്ലെ, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ അല്ലെങ്കിൽ മണലിൽ തന്നെ ഒരു ചെറിയ ചാലുണ്ടാക്കിയിട്ട് അതിൽ വെച്ച് പോരുമ്പോ നമ്മൾ വിചാരിക്കണം എന്താ, നമ്മളെ വാപ്പ ചാലിൽ കിടന്ന് ഇങ്ങനെ ടങ്ങറാകണമെന്നാണ്. വാപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ ആരാകട്ടെ, അവര് സൽക്കർമ്മം ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ നമ്മളെ വീടുണ്ടല്ലോ, ഒരു ഫാന് മാത്രം കറങ്ങിയ ബെഡ്റൂമിൽ ഉറങ്ങിയ വാപ്പാക്ക് കിട്ടുന്നത് സ്വർഗത്തിന്റെ സുഖങ്ങളിലെ ഉറക്കമാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് പറ്റാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഒരാൾ മരിക്കുന്നതോടുകൂടെ അയാൾ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം കണ്ടു തുടങ്ങും. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ക്ഷമ ഒരു ഭംഗിയുള്ള ക്ഷമയാണ്. ഇനി നിങ്ങൾ നോക്കി, സ്വർഗത്തിലെ ഒരു സീറ്റിനെ കുറിച്ച് മാത്രമുള്ള ഒരു പ്രയോഗമുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അദ്നാ മഖഅദി അഹദികും മിനൽ ജന്നതി അൻ യഖൂല ലഹു. നരകത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും താഴേ തട്ടിലുള്ള പല പദവിയാണ് സ്വർഗത്തിൽ പല പദവിയാണ്. ആ ഏറ്റവും ചെറിയ പദവി കിട്ടുന്ന ആളോട് പോലും ആ ഇരിപ്പിടം പറയും, തമന്ന ഫയതമന്ന വയതമന്ന, ആഗ്രഹിച്ചോ. അപ്പൊ അയാൾ ആഗ്രഹിക്കും, പിന്നെ അയാൾ ഇങ്ങനെ ആഗ്രഹിക്കും, അതൊക്കെ അയാൾക്ക് കിട്ടും. ഫയഖൂലു ലഹു, എന്നിട്ട് ചോദിക്കും, വീണ്ടും ഈ മഖഅദ് ചോദിക്കും, ഈ ഇരിപ്പിടം ചോദിക്കും, ഹൽ തമന്നൈത, നീ ആഗ്രഹിച്ചോ? ഫയഖൂലു നഅം. അപ്പോ ആ മഖഅദ് അവനോട് പറയും, ഫയഖൂലു ലഹു ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹു, നീ ആഗ്രഹിച്ചത് എന്താണോ അതും അതുപോലെയുള്ളതും, ആഗ്രഹിച്ചതിന്റെ അപ്പുറത്ത് അതിന് സമാനമായതൊക്കെ നിനക്ക് തന്നിരിക്കുന്നു. ഇത് സുഹൃത്തുക്കളെ പടച്ച റബ്ബ് നമുക്ക് കാണിച്ചതാണ്. ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിരിച്ചറിവുണ്ടാവും. ദാമ്പത്യത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിലെ ചെറിയ ചെറിയ വിഷമങ്ങൾ, കുറവുകളായി കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ പരിഹരിച്ചു തരാൻ റബ്ബിന് പറ്റും. ഞാൻ അതിലൊരു വിട്ടുവീഴ്ച ചെയ്ത്, ഞാൻ അതിലൊരു ക്രമീകരണം ഉണ്ടാക്കി, ഞാൻ അതിലൊന്ന് സ്വബറാക്കി ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഇണയെ വെറുക്കലോ മടുക്കലോ ഒന്നുമല്ല. ചില എന്താ പറയാ സ്വഭാവങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, ചില രീതികൾ, ചില പ്രതികരണങ്ങൾ, ഇങ്ങനെ പലതിലും, ചിലപ്പോൾ ലൈംഗിക രംഗത്ത് പിന്നെ ഉള്ള ചില സംതൃപ്തി കുറവുകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളൊക്കെ, അതിലെ എല്ലാ കുറവുകളും, അതിലെ എല്ലാ പ്രശ്നങ്ങളും, അതിലെ എല്ലാ പോരായ്മകളും, അത് മുഴുവൻ എനിക്ക് പുണ്യാണ്. ഞാൻ 1000 രാവിലെ തഹജ്ജുദിനെക്കാളും വലിയ പുണ്യമായി, 1000 ദിനങ്ങളിലെ നോമ്പിനെക്കാളും വലിയ പുണ്യമായി, ഇസ്ലാമിനു വേണ്ടിയുള്ള അടർക്കളത്തിലെ പോരാട്ടത്തെക്കാളും വലിയ പുണ്യമായി എനിക്കതെന്റെ റബ്ബ് ഓഹരിയായി വെച്ചു തരും എന്ന് വിചാരിക്കുന്നിടത്ത് ബന്ധങ്ങൾ വീണ്ടും ഉൾച്ചേർക്കപ്പെടുകയാണ്. നമ്മൾ ആ ഒരു കൺസേൺ നമുക്ക് നമ്മുടെ ഇണയോട് പറയാം, എനിക്ക് നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ കേട്ടാൽ എനിക്ക് അങ്ങനെ അല്ല എന്ന് ന്യായീകരിക്കല്ല വേണ്ടത്, ഉണ്ട് എന്ന് വിചാരിക്കണം. എൻ്റെ ഭാര്യ എന്നോട് പറയണേ, ഇങ്ങനെ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ അതുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം. ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ചിലത് പ്രകൃതങ്ങളായിരിക്കും, അതങ്ങനെ തന്നെ പരിഹരിച്ച് കിട്ടാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ഒരാളുടെ ജെനറ്റിക്കലായ തലമുറകളായി കൈമാറിപ്പോരുന്ന ഒരു സാധനമായിരിക്കും, അത് അങ്ങനെ തന്നെ പരിഹരിച്ച് കിട്ടാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പാണ്,
ഇങ്ങനെ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള നരകത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് അതൊരു പക്ഷേ ഭൂമിയിൽ നിന്നും ബോധ്യപ്പെടാത്തവർ ഉണ്ടാകും, അല്ലെങ്കിൽ ജീവിതകാലത്ത് ബോധ്യപ്പെടാത്തവരുണ്ടാകും. അവർക്കിത് ബോധ്യപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ച് സൂറത്തു ഹദീദിന്റെ 22 ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഖുർആൻ പറയുന്ന ഈ കാര്യം, പ്രവാചകൻ പഠിപ്പിച്ച ഈ കാര്യം, ഇതിനെക്കുറിച്ചൊക്കെ നീ ഗഫലത്തിലായിരുന്നു, നിനക്കൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോ നിനക്ക് മറയിട്ടിരുന്ന ആ മറ നമ്മളിങ്ങോട്ട് വലിച്ചൂരി മരണത്തിന്റെ സമയത്തെ ഇപ്പൊ നിനക്കൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഖബറിൽ എത്തുന്നതോടുകൂടെ അവനെല്ലാം കാണും, പടച്ച റബ്ബ് പറഞ്ഞതൊക്കെ അവൻ കാണും. അപ്പോൾ അത്തരമൊരു നേരത്തേക്ക് നമ്മളിത് നീട്ടിവെക്കല്ല വേണ്ടത്. അത് ബോധ്യപ്പെടാത്തവരുണ്ടാകും. ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ് ഇന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് പരമാവധി അടിപൊളിയാക്കണം. ലഹരി ഉപയോഗിക്കുന്ന കുട്ടിനോട് പണ്ട് നമുക്ക് ലഹരി കരളിനുണ്ടാക്കണ കുഴപ്പം, തലച്ചോറിനുണ്ടാക്കണ കുഴപ്പം, പിന്നെ വയറിനുണ്ടാക്കണ കുഴപ്പം, ഒരു പഴയ ഒരു ചിത്രം തന്നെ ഉണ്ട്. ഇപ്പൊ ആ ചിത്രം കണ്ട കുട്ടികൾ ഇങ്ങനെ ചിരിക്കും. നമ്മൾ റോഡുകളിലൊക്കെ വെച്ചിരുന്നു ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ, അതിൽ ഓരോ അവയവത്തിനും മദ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഇത്. ഇപ്പൊ എന്താ കുട്ടികൾ പറയാന്നറിയോ? അതിനെന്താ കുഴപ്പം? ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം ഉള്ളത് അടിപൊളിയാക്കുക, ഉള്ളത് പരമാവധി അടിപൊളിയാക്കുക, എന്നിട്ട് മരിച്ചു പോയിക്കോട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചിടത്ത് നിന്നാണ് ഉള്ള ജീവിതം ഭയങ്കര സുഖാക്കണം, അടിപൊളിയാക്കണം എന്നുള്ളടത്തേക്ക് എത്തണം. ഒക്കെ സെലിബ്രേഷൻ ആണല്ലോ, എല്ലാം സെലിബ്രേഷനാണ്. എന്തും എല്ലാവരും കേക്ക് മുറിക്കലാണ് അല്ലേ? ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ ആഘോഷവേളയിൽ മാത്രം ചെയ്തിരുന്ന ഒരു സാധനമാണ് കേക്ക് മുറി. ഇന്നിപ്പോ എന്തിനും കേക്ക് മുറിയാ, മൊത്തം എന്തും ആഘോഷിക്കാണ്. എന്തിനേയും ഒരു ആഘോഷത്തിന്റെ അവസ്ഥയിൽ കൊണ്ടുവരികയാണ്. അതെന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് പരമാവധി ആഘോഷിക്കാണ് വേണ്ടതെന്ന് ആരോ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. എന്നാലേ ഏതൊരു വ്യക്തിക്കും ഗ്രാഹ്യമാകും വിധമുള്ള ഒരു ഉപമയിലൂടെ ഖുർആൻ അത് പറഞ്ഞു. ഒരു മഴ ഇങ്ങോട്ട് പെയ്യുമ്പോഴേ ഒരു നിർജീവമായി കിടക്കുന്ന ഭൂമിയെ നാം ജീവിപ്പിക്കുന്നുണ്ട്. നമ്മളെ സ്കൂൾ ഗ്രൗണ്ട്, നമ്മളെ നടന്നു പോണ വഴി, നമ്മളെ മുറ്റം വരണ്ട് കിടക്കാണ്. ഒരു നല്ല മഴ പെയ്ത് രണ്ട് മഴ പെയ്ത് 4 ദിവസം കഴിയുമ്പോ നമ്മൾ ചവിട്ടി നടന്ന് അവിടുന്ന് കാണാൻ ചെടികളും പുല്ലുകളൊക്കെ ഇങ്ങനെ മുളക്കണ് അല്ലെ? അടിച്ചു വരുമ്പോ നമ്മളെ ഭാര്യ ഇങ്ങനെ നുള്ളിപ്പൊറുക്കിടും. ഖുർആൻ പറയാ കദാലിക്കൽ ഖുറൂജ്. അതേപോലെ ആയിരിക്കും പുനർജീവം, പുനർജനിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ നടന്നു നീങ്ങിയ ദേശീയപാതകളും നിങ്ങളുടെ വീടുകളും അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ മനുഷ്യനെ അടക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള മനുഷ്യരെ ഒരു മഴവെള്ളത്തിൽ നിന്ന് മുളച്ചു പോകുന്ന ചെടികളെ പോലെ പടച്ച റബ്ബ് പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. എത്ര ലളിതവും മനോഹരവുമായ ഉദാഹരണത്തിലൂടെയാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും ശരിയായ ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന ഇണയെ സംബന്ധിച്ച് കൃത്യമായ ആലോചനയും ചിന്തയൊക്കെ വേണം. അയാളുടെ സ്ട്രക്ചറോ അയാളുടെ അതൊന്നുമല്ല ഇതിന്റെ മർമ്മം, അതൊന്നുമല്ല. ഞാൻ ഇന്ന് ഒരു സലഫി ഷേഖിന്റെ ഖുത്ബ കേട്ടു, ഒരു സ്പീച്ച് കേട്ടു യാത്ര ചെയ്ത് വരുമ്പോൾ. ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം ഇങ്ങനെ കണ്ണു കൊഴിഞ്ഞുപോയ എല്ലുന്തിയ കറുത്ത വിരൂപിയായ ഒരു മനുഷ്യനായിരുന്നു. ആരും അദ്ദേഹത്തിന് സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ജുലൈബി വിവാഹം കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. നബിയെ, എനിക്ക് ആര് കല്യാണം കഴിച്ചേരാനാന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി വിവാഹം അന്വേഷിക്കുകയാണ്. വിവാഹം അന്വേഷിച്ചപ്പോ ഒരാളോട് നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അയാളെ ഞാന് സംസാരിക്കട്ടെ, എൻ്റെ ഭാര്യയോടും സംസാരിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷെ ആ സ്ത്രീ, ആ വനിത അതിനെ നിരസിക്കുന്നു, എനിക്ക് വേണ്ട എന്ന് പറയുന്നു. പ്രവാചകൻ പിന്നെ നിർബന്ധിക്കാനൊന്നും പോണില്ല. യുദ്ധം കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു വീഴുകയാണ്. എൻ്റെ സുഹൃത്തായ ജുലൈബീബ് എവിടെയെന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുന്നു പറയുമ്പോൾ കുറേ അധികം ആളുകളെ വെട്ടിവീഴ്ത്തിയിട്ട് അതിൻ്റെ നടുക്കാണ് അദ്ദേഹം കിടക്കുന്നത്. ആ മുഴുവൻ ആളുകളെയും ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി പ്രതിരോധിച്ച് അവസാനിച്ച ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചരിത്രം മുഴുവൻ ഒരു പേര്, എല്ലുന്തിയ കണ്ണുകുഴിഞ്ഞു പോയ കൂർത്ത മുഖമുള്ള കറുകറുത്ത ഒരു മനുഷ്യൻ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അയാളെ സ്ട്രക്ചറിലല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും.
നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയുള്ളവനാണ് എന്നുള്ളൊരു തത്വമുണ്ട്. ആണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അടിസ്ഥാനപരമായ ഇഷ്ടവും പാരസ്പര്യവും കുഫുവൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഉള്ളിൽ സ്നേഹമുള്ളൊരു ഹൃദയം ഉണ്ടാകണമെങ്കിൽ ഉള്ളിൽ ദീനുള്ള, സ്വഭാവമുള്ള, സംസ്കാരമുള്ള ഒരു ഖൽബുണ്ടാകണം എന്നത് ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്താൻ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദാമ്പത്യത്തിലെ പിണക്കങ്ങളും അകൽച്ചകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് അടുത്ത ആഴ്ച നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഭാര്യമാർ കൂടി കൊണ്ടുവരാത്ത ആളുകളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം എന്നീ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പ്രായോഗികമായി പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പെൺകുട്ടികളുടെ വിവാഹ ഭയത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞ പോലെ അവർ കാണുന്ന ദാമ്പത്യങ്ങൾ നല്ല പ്രശ്നമാണ്, അതേപോലെ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പം അത് ക്ലിയർ ആക്കാതെ നമുക്ക് പലപ്പോഴും ഇത്തരമൊരു വിഷയത്തിൽ വളർന്നു വരുന്ന നമ്മളെ മക്കളുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആ നിലയ്ക്ക് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഓരോ ഘട്ടത്തിലും നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ശരിയായ ഗൈഡ് ലൈനുകളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾക്ക് കിട്ടേണ്ട കുട്ടികൾക്കുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവെപ്പുകൾ, വസ്ത്രം, വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മനസ്സും മസ്തിഷ്കവും വഴിതെറ്റിക്കപ്പെടാതിരിക്കാൻ കൊടുക്കേണ്ട ഗൈഡ് ലൈനുകളുണ്ട്. അത് നമുക്ക് കൊടുക്കാൻ പറ്റണമുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ പ്രായം മുതൽ ഓരോന്നും സൂക്ഷിച്ച് ശരിയാക്കി വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ പകർത്തും അല്ലേ. എൻ്റെ മോള് തുമ്മിയ അപ്പോ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കൊടുക്കും, അൽഹംദുലില്ലാ എന്നിട്ട് നല്ല കുട്ടിയെന്നും പറയും. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പിന്നെ അവള് പറഞ്ഞ നമ്മൾ ഇർഹമുക്കല്ലാ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നല്ല കുട്ടി എന്നാ പറയാം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പറയേണ്ട മറുപടി നല്ല കുട്ടി എന്ന് അവൾ മനസ്സിലാക്കി വെച്ചത്. ഞാൻ പറയണേ എന്താ വെച്ചാൽ അത്രയും സൂക്ഷ്മമാണ്, നമ്മൾ വിചാരിക്കാത്ത ആംഗിളിലാണ് കുട്ടികൾ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ സൂക്ഷ്മമായി നമ്മളിങ്ങനെ ചെറിയ പ്രായം മുതൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടിരേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പാടൊരു കോളേജിൽ ഒരു ഏഷ്യനെറ്റിന്റെ ന്യൂസ് അംഗം ചെന്നപ്പോൾ നല്ല മഫ്ത കെട്ടൊരു പെൺകുട്ടിയാണ് എന്ത് ചെയ്ത് LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിച്ചത്. LGBTQ+. എന്താ LGBTQ+? എല്ലാ വൃത്തികെട്ട അതിലൊന്ന് മാത്രമേ ജെന്യൂനുള്ളൂ. എന്താണ്? ഒന്ന് മാത്രമേ അതിൽ ജെന്യൂനുള്ളൂ. ആ ജെന്യൂൻ ഏതാ? ഒരാൾക്ക് അയാൾ ആണായി ജീവിക്കുമ്പോൾ തന്നെ അയാൾക്ക് പെണ്ണാണെന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ തോന്നുക. അത് അയാളുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാം ലെസ്ബിയൻ, പെണ്ണും പെണ്ണും തമ്മിലുള്ള സെക്സ്. G എന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിലുള്ള സെക്സ്. B എന്ന് പറഞ്ഞാലോ ആണിനോടും പെണ്ണിനോടുള്ള സെക്സ്. മനസ്സിലായില്ലേ? T എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പറയണ ഒരവസ്ഥ. ഒരു പിന്നെ ആണാണെങ്കിലും പെണ്ണിന്റെ മാനസികാവസ്ഥ തോന്നുന്നത്. ഇസ്ലാം എന്താ പറഞ്ഞേ? അയാളിൽ എന്താണോ പ്രകടമായ അയാളുടെ അടയാളങ്ങൾ, ആ അടയാളത്തിലേക്ക് അയാളുടെ മനസ്സിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് ശരീരത്തെ വെട്ടിപ്പൊളിച്ച് പെണ്ണിന്റെ ലൈംഗികാവയം എടുത്ത് ഒഴിവാക്കിയിട്ട് അവിടെ ആണിന്റെ ലൈംഗികാവയം പോലെ ഒരു അടയാളം, ഒരു പിന്നെ മാംസക്കഷ്ണം തുന്നിച്ചേർത്ത് വെക്കല്ല വേണ്ടത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് മാനസിക രോഗമാണ് എന്ന് ഇവിടുത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതി കൊടുത്തു നിന്ന് സമരം ചെയ്താണ്, ഗവൺമെന്റുകളെ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ഇവിടുത്തെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മുസ്ലിം പെൺകുട്ടി ഭയങ്കര ശക്തമായി വാദിക്കണത് കാണാം. അതിങ്ങനെ മഫ്തട്ടൊരു പെൺകുട്ടിനെ കിട്ടിയ പിന്നെ അത് മുതലാക്കുമല്ലോ. തിരിച്ച് അവിടെ തന്നെ വേറൊരു കുട്ടി അതിന് കൗണ്ടറും പറയണ്ട, അതിന്റെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലസ് എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പ്ലസ്സിൽ മൃഗങ്ങൾ തമ്മിലുള്ള ഇത്, മാതാപിതാക്കളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, സഹോദരികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒക്കെ അതിലുണ്ട് ആ പ്ലസ്സിൽ. ബാക്കി ഒറ്റ പ്ലസ്സിൽ ചുരുക്കി എന്താ അറിയോ? പറഞ്ഞ നാട്ടുകാർ സ്വീകരിക്കൂല. പ്ലസ് എന്ന് കാണുമ്പോൾ ആരും അതിനെ കുറിച്ച് പഠിക്കൂല. അങ്ങനെയാണല്ലോ, ആരും സീരിയസ് ആയിട്ട് പഠിക്കൂല. ഈ സ്ക്രോളിംഗ് മൈൻഡിലേക്ക് എത്തിയോണ്ട് പരമാവധി ഒരു 30 സെക്കൻഡിലൊക്കെ പഠിക്കണം എന്നാണ് ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ ഞാൻ പറയണത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ശരിക്കും പഠിപ്പിച്ചെടുത്തല്ലേ കുട്ടികൾ വഴിതെറ്റും. നമുക്ക് പണ്ടുണ്ടേനെ വേടി എന്താ, ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഒന്നും ഒളിച്ചോടി പോകണ്ട, ഒളിച്ചോടി പോകാതെ പെരയിലിരുന്നിട്ട് ഫിത്തിനാണ് കാര്യമാണ് ഈ പറയണമൊക്കെ. ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിലെ പ്രോഫ്കോൺ എന്ന പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് 2-3 കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, കരളൊരുകി നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവരും. അവിടെ വരുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അതിലുള്ള വലിയ സംഗതികൾ ഉണ്ടാകില്ല. പണ്ട് 10,000 ആളുകളെ പങ്കെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ഏറ്റവും വൃത്തിക്ക് ഈ മാനസികാവസ്ഥയുള്ള കുട്ടികളാണ്. 3 ദിവസം അവരെ വൃത്തിക്ക് കൊണ്ടുപോകാനുള്ള കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്, ബസ്സുകൾ തന്നെ പുറപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ ആ കുട്ടികളെ കയറ്റാൻ ഇനിയും നമുക്ക് അവസരം ഉണ്ടാക്കാം.
സീറ്റ് എങ്ങനെയെന്നൊന്നും ഞാൻ വെരിഫൈ ചെയ്തിട്ടൊന്നുമല്ല പറയുന്നത്, പക്ഷേ അവസരങ്ങൾ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ പോകേണ്ടവരുണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിച്ച് നമ്മൾ എത്തിക്കുന്ന ഒരു രീതി ഉണ്ടാകും. ഇനി അതൊന്നും നടന്നിട്ടില്ലെങ്കിലും ലൈവായിട്ട് ആ പരിപാടി ഉണ്ടാവുക. ആ പരിപാടി നമ്മളും അവരൊക്കെ വീക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മോമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും അത് ഏറ്റവും ഭംഗിയായി സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലനം സിദ്ധിച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ.